നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ ഇപ്പോഴും അവരുടെ നിരയിലുണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വീടുകൊണ്ടിരിക്കുന്നു? ഒരു സോളിഡായിട്ടുള്ള പെർഫോമൻസ് പോലും അവരിൽ നിന്ന് വരുന്നില്ല. അതൊരു ബിഗ് ക്വസ്റ്റ്യനാണ്. 2022 വേൾഡ് കപ്പ് വരെ ബ്രസീൽ എങ്ങനെയാണ് പോയത് എന്നെല്ലാവർക്കും അറിയാമല്ലോ, ടിറ്റയുടെ കീഴിൽ. പക്ഷേ 2022 വേൾഡ് കപ്പിൽ അവർ ആ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് വീണു പോയത്. അതിനു മുമ്പത്തെ വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ഒറ്റ ഗോളിനാണ് അവർ വീണു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നാരോ ഡിഫീറ്റുകളായിരുന്നു. അത് കഴിഞ്ഞിട്ടോ ടിറ്റ പടിയിറങ്ങിയിട്ട് എന്താ ഉണ്ടായത്? ബ്രസീൽ കൃത്യമായൊരു കോച്ചിനെ പോലും കണ്ടെത്താതെ ആദ്യം ജൂനിയർ ടീമിൻ്റെ കോച്ചിനെ വെച്ചു. അതിനുശേഷം ഫെർണാണ്ടോ ഡെനിസിനെ ക്ലബിൻ്റെയും ദേശീയ ടീമിൻ്റെയും കോച്ചാക്കി. ആഞ്ചലോട്ടി വരുമെന്ന് പ്രതീക്ഷിച്ചത് നടന്നില്ല. ഡൊറിവാൾ ജൂനിയർ കൊണ്ടുവന്നു. അങ്ങനെ ഈ കുറഞ്ഞ കാലം കൊണ്ട് എത്ര കോച്ചുമാർ വന്നു. ടിറ്റെ ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് താഴേക്കിറങ്ങുമ്പോഴേ പലരും നിരീക്ഷിച്ചൊരു കാര്യമുണ്ട്. ബ്രസീലിൽ നിന്നിനി ഒരു കോച്ചിനെ വെക്കുകയാണെങ്കിൽ അത് താഴേക്കുള്ള പോക്കായിരിക്കും. കാരണം ടിറ്റയേക്കാൾ മികച്ചൊരു കോച്ചിനെ ബ്രസീലിൽ കിട്ടാനുണ്ടായിരുന്നില്ല. ആഞ്ചലോട്ടി വരികയാണെങ്കിൽ ഓക്കെ, ഇനി അതല്ല മറ്റേതെങ്കിലും വിദേശ കോച്ച്, വളരെ ഹൈ പ്രൊഫൈൽ കോച്ച് വരികയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ബ്രസീലിൽ നിന്ന് ഒരു കോച്ചിനെ വെച്ചാലും അത് മുകളിലേക്കുള്ള പോക്കാവില്ല, താഴേക്കുള്ള ഇറക്കമായിരിക്കുമെന്ന് പല ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകരും അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചോദ്യം, ഡൊറിവാൾ ജൂനിയർ എന്ന കോച്ച് ബ്രസീൽ ടീമിനെ നയിക്കാൻ പര്യാപ്തനായ ഒരുത്തനാണോ, ഒരു കോച്ചാണോ? ഇതുവരെയുള്ള കളികളിലെ ബ്രസീലിൻ്റെ പ്രകടനം കാണുമ്പോൾ ഒരിക്കലും അദ്ദേഹം പ്രാപ്തനല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ ടീം നോക്കുക, മുന്നേറ്റ നിരയിൽ സൂപ്പർ പ്ലെയേഴ്സാണ്. വിനി ജൂനിയറും റോഡ്രിഗോയും റാഫിജയും മാത്യൂസ് കുഞ്ഞ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന കളി നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ടീം എന്ന നിലയിൽ എന്ത് കളിയാണ് കളിക്കുന്നത്? ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്യാൻ പോലും ആളില്ലാത്ത തരത്തിലുള്ള ഒരു ടീം. ഇന്നലെ അർജൻറ്റീന 4 മിഡ്ഫീൽഡിനെ വെച്ചുകൊണ്ടാണ്, 4 മിഡ്ഫീൽഡ് പ്ലേയേഴ്സിനെ വെച്ചാണ് ഇറങ്ങുന്നത്. സാധാരണ 4-3-3 കളിക്കുന്നവർ ഇന്നലെ എന്ന് പറയുമ്പോൾ അർജൻറ്റീന സമയമാണ്, നമുക്കിന്ന് രാവിലെ 4-4-2 വെച്ച് അവർ കളിക്കുന്നു. ബ്രസീലോ 2 മിഡ്ഫീൽഡർമാർ മാത്രം. 4-2-4 ഫലത്തിൽ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ മധ്യനിരയിൽ കളി പിടിക്കാൻ കഴിയാതെ എന്ത് ടാക്ടിക്സാണ് ഡൊറിവാൾ ജൂനിയർ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അർജൻറ്റീന കയറി അങ്ങ് മേഞ്ഞു വിട്ടു, അതാണ് സംഭവിച്ചിട്ടുള്ളത്. സോ അയാളെ പുറത്താക്കാതെ ബ്രസീലിന് ഇനി മുന്നോട്ടൊരു പോക്കില്ല എന്ന് വിലയിരുത്തുന്നവരാണ് അധികവും. ഇപ്പോൾ CBF തന്നെ ഇത്തരത്തിലുള്ള ഡിസ്കഷനിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് ഗ്ലോബോ ചില സൂചനകൾ നൽകുന്നുണ്ട്. അത് ഇമീഡിയറ്റ്ലി ഇതാ ഡൊറിവാളിനെ സാക്ക് ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടൊന്നുമല്ല. അങ്ങനെ സാധ്യതകളുണ്ട്. ആഞ്ചലോട്ടിയെ വീണ്ടും പരിഗണിച്ചേക്കാം, ഫിലിപ്പെ ലൂയിസിനെ പരിഗണിച്ചേക്കാം എന്ന തരത്തിലൊക്കെയുള്ള സൂചനകളും വാർത്തകളുമാണ്. അതൊരു വ്യക്തത എന്ന തരത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തതല്ല, സാധ്യതകൾ അവർ പറയുകയാണ്. ഇപ്പോൾ ഡൊറിവാൾ ജൂനിയറുടെ കീഴിൽ ബ്രസീൽ കളിച്ച കളികളുടെ കണക്കെടുത്താൽ തോറ്റത് 2 കളികളാണ് എന്നതാണ് ഇതിൽ ഏറ്റവും രസകരം. 2 കളിയെ തോറ്റുള്ളൂ എങ്കിലും കളിച്ച 7 കളികൾ, 16 കളികളിൽ 7 വിജയം, 7 സമനിലകൾ. അതായത് കളി ജയിക്കുമെന്നൊരു തോന്നൽ പല കളികളിലുമില്ല. ജയിച്ചാൽ തന്നെ അവസാന ഘട്ടത്തിലൊക്കെ ഗോളടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതല്ല ബ്രസീൽ, ഇതല്ല ആരാധകരെ ഇടനെഞ്ചിലേറ്റിയ സാമ്പാത്താളമുള്ള ബ്രസീൽ. 16 കളികൾ 7 വിജയം, 7 സമനില, 2 തോൽവികൾ. വിന്നിംഗ് പെർസെൻറ്റേജ് 58.3%. 25 ഗോളുകളാണ് ബ്രസീൽ നേടിയിട്ടുള്ളത്. 17 ഗോളുകൾ തിരികെ വാങ്ങുകയും ചെയ്തു. ഡൊറിവാൾ ജൂനിയറുടെ കീഴിൽ 38 ബിഗ് ചാൻസുകൾ ഉണ്ടാക്കിയതിൽ 24 മിസ്സാക്കിയിട്ടുണ്ട്. 24 ബിഗ് ചാൻസുകൾ തിരികെ കൺസീഡ് ചെയ്തു. 58.6% ബോൾ പൊസിഷനിലാണ് കളിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് കണക്കുകൾ. പക്ഷേ ഈ കണക്കുകൾ കൊണ്ടൊന്നും ബ്രസീലിൻ്റെ കോച്ചായി നിൽക്കാൻ ഡൊറിവാൾ ജൂനിയർ പ്രാപ്തനാണെന്ന് പറയാൻ പറ്റില്ല. അത്രയും പരിതാപകരമായിട്ടുള്ള ഒരു പ്രകടനമാണ്. ഒരു കോൺഫിഡൻസും ഇല്ലാത്ത താരങ്ങൾ കളിക്കളത്തിൽ നിൽക്കുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരാളെങ്കിലും കാണിക്കുന്നില്ല. ഒരു പോസിറ്റീവ് ക്യാരക്ടർ എവിടെ നിന്ന് കിട്ടും? ഇവിടെയാണ് നെയ്മർ ജൂനിയർ വ്യത്യസ്തനാവുന്നത്. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് നെയ്മർ ജൂനിയർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സഹതാരങ്ങളെയും വെച്ച് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിലെ ടോപ്പ് സ്കോററായിട്ട് മാറിയത് എന്നുള്ളതൊരു അത്ഭുതമാണ് എന്ന്. നെയ്മറുടെ 7 അയലത്ത് നിൽക്കാൻ ക്വാളിറ്റിയുള്ള ഒരുത്തനെങ്കിലും അവിടെയുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ ഫിലിപ്പെ മെലോയൊക്കെ ചോദിക്കുന്നുമുണ്ട്. ഏതായാലും
ഒരു കാര്യം ഉറപ്പാണ്, ഇന്നും ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ ക്ലബ്ബുകളുടെ മുൻനിരയിൽ കളിക്കുന്ന സൂപ്പർ താരങ്ങൾ ബ്രസീലിനുണ്ട്. താരങ്ങൾക്കല്ല പ്രശ്നം, അതിനെ കോർഡിനേറ്റ് ചെയ്തൊരു ടീമാക്കി എടുക്കാനുള്ള പ്രശ്നമാണ് ഇവിടെയുള്ളത്. അതിന് ഡൊറിവാൾ ജൂനിയറെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.